ബിസിനസ് പ്രൊഫൈൽ ഗൂഗിൾ മാപ്സിൽ കാണിക്കുന്നില്ല. പ്രധാനമായും 3 കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഹായ്, ഈ വീഡിയോയിൽ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ചെയ്യേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സെക്യൂരിറ്റി. ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം പലരും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. ആദ്യം നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിന് ഒരു സ്ട്രോങ് പാസ്വേഡ് സെറ്റ് ചെയ്യുക. കൂടാതെ 2 ഫാക്ടർ ഒതന്റിക്കേഷനും കൂടി ഇനേബിൾ ചെയ്യുക. അടുത്തത് നിങ്ങളുടെ ബിസിനസ് പ്രൊഫൈലിന്റെ ആക്സസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്ക് നമ്മുടെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിന്റെ ആക്സസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ കഴിയും. അത് ചിലപ്പോൾ നമ്മുടെ ബിസിനസ് പാർട്ട്നേഴ്സിനായിരിക്കാം, നമ്മുടെ സ്റ്റാഫിനായിരിക്കാം, അല്ലെങ്കിൽ പുറത്തുള്ള ഒരു ഏജൻസിക്കായിരിക്കാം. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ സ്റ്റാഫിനോ ഏജൻസിക്കോ ആക്സസ് കൊടുക്കുന്നുണ്ടെങ്കിൽ സാധാരണയായി മാനേജർ ആക്സസ് മതിയാകും. എല്ലാവർക്കും ഓണർ ആക്സസ് കൊടുക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ നിങ്ങളുടെ കമ്പനിയിൽ മുമ്പ് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ആക്സസ് ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഒഴിവാക്കുക. കാരണം നിങ്ങളുടെ ബിസിനസ് പ്രൊഫൈലിൽ ചേഞ്ചസ് വരുത്താൻ അവർക്ക് കഴിയും. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി എന്നത് ആദ്യ ദിവസം മുതൽ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അടുത്തൊരു ഏരിയ പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷൻ ആണ്. അതിനായി നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് വന്നാൽ പ്രൊഫൈൽ സ്ട്രെങ്ത് എന്നുള്ള ഒരു പാരാമീറ്റർ കാണാൻ പറ്റും. അത് 100% ആക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത്. ആദ്യം തന്നെ നിങ്ങളുടെ ബിസിനസ്സിന് ഏറ്റവും റെലവൻ്റ് ആയ പ്രൈമറി കാറ്റഗറി തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പിക്കുക. കാരണം ഗൂഗിൾ നിങ്ങളുടെ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കുന്നത് പ്രധാനമായും ഈ കാറ്റഗറിയുടെ അടിസ്ഥാനത്തിലാണ്. കൂടാതെ റിലേറ്റഡ് സർവീസസും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അടുത്തതായി ബിസിനസ് ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പ്രൊഡക്റ്റ്, സർവീസ്, ബിസിനസിന്റെ സ്പെഷ്യാലിറ്റി എന്നിവ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ബിസിനസ് ഹൗസ് കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുക. ഹോളിഡേയ്സ്, സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ മറക്കരുത്. ശേഷം സർവീസസ്, പ്രൊഡക്ട്സ് എന്നിവ ആഡ് ചെയ്യുക. നിങ്ങൾ എന്തൊക്കെ ഓഫർ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ ഇത് കസ്റ്റമേഴ്സിനെ ഹെൽപ്പ് ചെയ്യും. ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. അവസാനമായി ഫോൺ നമ്പർ, അഡ്രസ്സ്, സോഷ്യൽ മീഡിയ ലിങ്ക്സ്, വെബ്സൈറ്റ് ലിങ്ക്സ് എന്നിവയൊക്കെ കറക്റ്റ് ആണെന്ന് വെരിഫൈ ചെയ്യുക. പ്രൊഫൈൽ എത്രത്തോളം കംപ്ലീറ്റ് ആണോ അത്രയും ട്രസ്റ്റ് ഗൂഗിളിനും കസ്റ്റമേഴ്സിനും ലഭിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അടുത്തത് എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യമാണ്, ഹൗ ടു ഇംപ്രൂവ് റാങ്കിങ്. അതായത് ആളുകൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബിസിനസ് എങ്ങനെ മുന്നിലെത്തിക്കുക എന്നുള്ളത്. അതിനായി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ആദ്യമായി റിവ്യൂസ്. കൂടുതൽ റിവ്യൂസ് ഉണ്ടെങ്കിൽ ടോപ്പ് പോസ്റ്റിലേക്ക് എത്താം എന്നുള്ളതായിരിക്കും പലരുടെയും ധാരണ. എന്നാൽ ഗൂഗിൾ ഇന്ന് നോക്കുന്നത് റിവ്യൂസിന്റെ എണ്ണം മാത്രമല്ല, റിവ്യൂകൾ എത്ര കൺസിസ്റ്റന്റ്ലി ലഭിക്കുന്നു, എത്ര റീസെന്റ് ആണ്, റിവ്യൂവിൽ എന്താണ് എഴുതിയിരിക്കുന്നത്, റിവ്യൂവിന്റെ ഓവറോൾ സെന്റിമെന്റ് എന്താണ്, ഫോട്ടോ റിവ്യൂസ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളും ഗൂഗിൾ പരിഗണിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് 300 പഴയ റിവ്യൂസ് ഉള്ള ബിസിനസ്സിനേക്കാൾ എല്ലാ മാസം 5 to 10 ജെന്യൂൻ റിവ്യൂസ് ലഭിക്കുന്ന ബിസിനസ്സിന് കൂടുതൽ വിസിബിലിറ്റി ലഭിക്കും. അതിനാൽ കൂടുതൽ റിവ്യൂസ് നേടാൻ ശ്രമിക്കുന്നതിനേക്കാൾ ക്വാളിറ്റി റിവ്യൂസ് കൺസിസ്റ്റന്റ്ലി നേടുന്നതിനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഇവിടെ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഫേക്ക് റിവ്യൂസ്. റിവ്യൂസിന്റെ ജെന്യൂനിറ്റി മനസ്സിലാക്കാനുള്ള അഡ്വാൻസ് മെഷർമെന്റ്സ് ഒക്കെ ഗൂഗിൾ ഇപ്പോൾ എടുക്കുന്നുണ്ട്. സോ ഫേക്ക് റിവ്യൂസ് നിങ്ങളുടെ റാങ്കിങ് മുകളിലേക്കല്ല താഴേക്കാണ് കൊണ്ടുപോകുക. റാങ്കിങ് ഇംപ്രൂവ് ചെയ്യാനുള്ള രണ്ടാമത്തെ കാര്യം എന്നുള്ളത് പ്രൊഫൈൽ ആക്റ്റീവായി നിർത്തുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പുതിയ ഫോട്ടോസ്, ഓഫേഴ്സ്, അപ്ഡേറ്റ്സ്, ഇവന്റ്സ് തുടങ്ങിയവ ഇടയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രൊഫൈൽ ആക്റ്റീവാണ് എന്ന സിഗ്നൽ ഗൂഗിളിന് നൽകും. മൂന്നാമതായി NAP കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. NAP എന്നാൽ നെയിം, അഡ്രസ്, ഫോൺ നമ്പർ. നിങ്ങളുടെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിലും വെബ്സൈറ്റിലും സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിലും മറ്റ് ബിസിനസ് ഡയറക്ടറികളിലും ഇത് സെയിം ആയിരിക്കണം. ഈ പറഞ്ഞതും ഒറ്റ രാത്രി കൊണ്ട് നിങ്ങളുടെ റാങ്കിങ് ഇംപ്രൂവ് ചെയ്യാനുള്ള ട്രിക്സ് അല്ല. പക്ഷേ ഈ കാര്യങ്ങൾ കൺസിസ്റ്റന്റ്ലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ മാപ്പിലുള്ള വിസിബിലിറ്റിയും റാങ്കിങ്ങും മെച്ചപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ഇൻസൈറ്റ്സ് അഥവാ അനലറ്റിക്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. പല ബിസിനസ് ഓണേഴ്സും പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അതിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാറില്ല. എത്ര പേർ നിങ്ങളുടെ പ്രൊഫൈൽ കണ്ടു, എത്ര പേർ കോൾ ചെയ്തു, ഡയറക്ഷൻസ് എടുത്തു, വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തു തുടങ്ങിയ ഡാറ്റാസ് ആണ് പ്രധാനമായും ലഭിക്കുക. അതിനായി ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിലെ പെർഫോമൻസ് ടാബ് ഓപ്പൺ ചെയ്താൽ മതി. ഈ ഡാറ്റ ഇടയ്ക്കിടെ അനലൈസ് ചെയ്യുന്നതിലൂടെ എന്താണ് വർക്ക് ആവുന്നത്, എന്താണ് ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിൽ ആളുകൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളും അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രോബ്ലം നമ്പർ 1, ബിസിനസ് പ്രൊഫൈൽ ഗൂഗിൾ മാപ്സിൽ കാണിക്കുന്നില്ല. പ്രധാനമായും 3 കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഒന്നാമതായി, പ്രൊഫൈൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ച് പ്രൊഫൈൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. വെരിഫിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടും കുറേ ദിവസമായി പെൻഡിംഗ് ആണെങ്കിൽ നിങ്ങളുടെ ഇമെയിലിലെ ഇൻബോക്സും സ്പാം ഫോൾഡറും ചെക്ക് ചെയ്യുക. ഗൂഗിൾ ചിലപ്പോൾ അഡീഷണൽ വെരിഫിക്കേഷൻ ഡോക്യുമെന്റ്സ് ആവശ്യപ്പെടും. വെരിഫിക്കേഷൻ പ്രോസസ്സിന് കുറച്ച് ദിവസങ്ങൾ എടുക്കുന്നത് നോർമലാണ്. പക്ഷേ ഒരു 2 വീക്സിലൊക്കെ കൂടുതലാവുകയാണെങ്കിൽ സപ്പോർട്ട് ടീമിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. രണ്ടാമതായി, പ്രൊഫൈൽ പുതിയതായിരിക്കാം. പുതിയ പ്രൊഫൈൽസ് ഗൂഗിൾ മാപ്പിൽ ലിസ്റ്റ് ചെയ്ത് വരുന്നതിന് കുറച്ച് ദിവസങ്ങൾ എടുക്കാൻ ചാൻസ് ഉണ്ട്. മൂന്നാമത്തെ റീസൺ, പ്രൊഫൈൽ സസ്പെൻഡ് ആയിട്ടുണ്ടാവാം. നിങ്ങളുടെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ സസ്പെൻഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു ഇമെയിൽ വന്നിട്ടുണ്ടാവും. അത് പ്രകാരമുള്ള സ്റ്റെപ്സ് കറക്റ്റായി ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് സസ്പെൻഷൻ ഒഴിവാക്കാം. ബിസിനസ് നെയിമിൽ കീവേഡ് ഉപയോഗിക്കുക, ഫേക്ക് അഡ്രസ് ഉപയോഗിക്കുക, പോളിസി വയലേറ്റ് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് ലിസ്റ്റിംഗ് ചെയ്യുക തുടങ്ങിയവയാണ് സാധാരണയായി സസ്പെൻഡ് ചെയ്യാനുള്ള കാരണങ്ങൾ.
പലരും ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നമാണ് റിവ്യൂസ് കാണുന്നില്ല എന്നുള്ളത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എല്ലാ റിവ്യൂസും ഗൂഗിൾ ഇൻസ്റ്റന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യണമെന്നില്ല. കസ്റ്റമർ റിവ്യൂസ് ഗൂഗിളിന്റെ സ്പാം ഡിറ്റക്ഷൻ സിസ്റ്റം വെരിഫൈ ചെയ്തതിനു ശേഷമാണ് പബ്ലിഷ് ആവുന്നത്. ചില റിവ്യൂസ് പെർമനന്റ്ലി റിമൂവ് ചെയ്യപ്പെടാനും ചാൻസ് ഉണ്ട്. അത്തരം സിറ്റുവേഷൻസിൽ കസ്റ്റമറിനോട് റിവ്യൂ ഒന്നുകൂടി സബ്മിറ്റ് ചെയ്യാൻ പറയാം. പിന്നെ കാണുന്ന ഒരു പ്രോബ്ലമാണ് ബിസിനസ് ഇൻഫോർമേഷൻ തെറ്റായി കാണിക്കുന്നു എന്നുള്ളത്. അഡ്രസ്, ഫോൺ നമ്പർ, വർക്കിംഗ് അവേഴ്സ് തുടങ്ങിയവ തെറ്റായി കാണിക്കുന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ റിവ്യൂ ചെയ്ത് കറക്റ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാം. ചേഞ്ചസ് ഗൂഗിൾ അപ്രൂവ് ചെയ്യാൻ ചിലപ്പോൾ കുറച്ച് സമയമെടുത്തേക്കാം. കൂടാതെ വെബ്സൈറ്റ്, സോഷ്യൽ മീഡിയ, അതർ ബിസിനസ് ഡയറക്ടറീസ് തുടങ്ങിയവയിൽ ബിസിനസ് ഇൻഫർമേഷൻ സെയിം ആണെന്ന് ഉറപ്പിക്കുക. അത് സെയിം അല്ലെങ്കിൽ അത് ഗൂഗിളിനെ കൺഫ്യൂസ് ചെയ്യുകയും നമ്മുടെ റാങ്കിങ്ങിനെ ബാധിക്കുകയും ചെയ്യും. ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിൽ വരുന്ന മിക്ക പ്രശ്നങ്ങളും പ്രൊഫൈൽ സെറ്റപ്പ്, വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഗൈഡ് ലൈൻ വയലൻസ് തുടങ്ങിയവ മൂലമാണ് ഉണ്ടാകുന്നത്. അതിനാൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഇടയ്ക്കിടെ റിവ്യൂ ചെയ്യുന്നതും വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നതും നല്ലതാണ്. ഒരു ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് എന്ന് കരുതി നമുക്ക് ഒരിക്കലും കസ്റ്റമേഴ്സിന് ലഭിക്കണമെന്നില്ല. അതിന് നമ്മുടെ പ്രൊഫൈൽ റാങ്ക് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ പ്രൊഫഷണൽ ആക്കാനും നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും റാങ്കിങ് ഇംപ്രൂവ് ചെയ്യാനും നിങ്ങളെ സഹായിക്കും.